ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ട്രിവാൻഡ്രം സൂവിലാണ്. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രം മൃഗശാലയെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ കാണുന്നത്. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. എന്തായാലും നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഒരാൾക്കുള്ള ചാർജ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ബാഗ്, പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതൊന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് റൂം കാണാം. ഇവിടെ 5 രൂപ കൊടുത്ത് നമ്മുടെ ബാഗ് സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ സൂയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഒരു കാട്ടുപോത്ത് കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ പ്രത്യേകം പറയാണ്, ഞാൻ 2022 പോയ സമയത്ത് നല്ല മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2024 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അന്നത്തെ പോലെ വലിയ മൃഗങ്ങളൊന്നും കാണാനില്ല. എന്തായാലും ഇവിടെ ഒരു കുരങ്ങിനെ കാണാം. ഇതൊക്കെ ഈ കയറുന്ന എൻട്രൻസിൽ തന്നെ ആദ്യം കാണിക്കുന്നതാണ് ഈ മൃഗങ്ങളൊക്കെ. പിന്നെ കുറച്ച് പക്ഷികളൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നാൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് സൂ എന്നുള്ളത്. എന്താ വെച്ചാൽ ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് കാണാനായിട്ട്. മൃഗങ്ങളൊക്കെ കുറവാണ്, പക്ഷെ ഇതിനകത്ത് നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ ആയിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഏരിയ ഇവിടെ ഇതിനകത്ത് തന്നെ ഉണ്ട്, സൂവിനകത്ത് തന്നെ ഉണ്ട്. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ സൂ നിലനിൽക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് മൂങ്ങകൾ, അതുപോലെ പക്ഷി, യമോ, അങ്ങനെ ഒരുപാട് പക്ഷികളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. വെറൈറ്റി തത്തകളൊക്കെ കാണാനുണ്ട്. എന്നിരുന്നാലും പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ള മൃഗങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ കുറെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് സിംഹം, കടുവ, പുലി ഇതിനൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് പക്ഷികളാണ് ആദ്യം ഇവര് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിൽ, നമ്മുടെ സൂയിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഒരുപാട് പക്ഷികളെ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ ടൗണിൽ നിന്ന് ബസ്സൊക്കെ ഉണ്ട്. സൂയിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി തരും. സൂവിന്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാൽ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ബസ് കിട്ടുന്നതാണ്. ഇതിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ് വെറും 30 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 5 രൂപ നമ്മുടെ ബാഗ് സൂക്ഷിക്കാൻ അവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ചാനലിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമ്മൾ കുറേയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ചുറ്റിയതിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഫുള്ള് കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം മണിക്കൂറുകൾ എടുക്കും. 1-2 മണിക്കൂറെങ്കിലും നമുക്ക് നടന്ന് കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അരയന്നം അതുപോലത്തെ പക്ഷികളൊക്കെയാണ് കൂടുതലും നമുക്ക് കാണാനായിട്ട് പറ്റുക. കൂടുതലും ഇവിടെ ഉള്ളത് പക്ഷികളാണ്. അത് കഴിഞ്ഞിട്ടാണ് മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് റെസ്റ്റ് എടുത്തിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. എന്തായാലും ഒരു ടൈം പാസ് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോകാവുന്നതാണ്. ഞാൻ മുമ്പ് പോയ സമയത്ത് ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി മൃഗങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ 2024 2022 അപേക്ഷിച്ച് വളരെയധികം കുറവാണ് മൃഗങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ. പിന്നെ ഒരുപാട് മാനുകളെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ മൃഗശാലക്ക് അകത്ത് തന്നെ നമുക്ക് ചായ കുടിക്കാൻ, ജ്യൂസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിനുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഈ സ്കൂൾ അവധിയുള്ള സമയങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. മുമ്പ് ഞാൻ വന്ന സമയത്ത് എനിക്കറിയാവുന്നതാണ്. അതുപോലെ വെക്കേഷൻ ടൈമിലൊക്കെ നല്ല തിരക്കാണ്. അന്ന് പഴയ കാലത്ത് വന്ന സമയത്ത് 2022 2023 നന്നായിട്ട് ഇഷ്ടം പോലെ മൃഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും കാണാനില്ല. എന്തായാലും പിന്നെ 30 രൂപക്കുള്ള കാഴ്ചകളുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെയുണ്ട്. വെറും 30 രൂപക്ക് നമുക്ക് ഇതിനകത്ത് കയറി ഏകദേശം 2-3 മണിക്കൂറുകളൊക്കെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ രാവിലെ സമയങ്ങളിലൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ഉച്ച സമയത്ത് വന്നാലും ഇതിനകത്ത് നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി ബീച്ച് കാര്യങ്ങളിലൊക്കെ പോകേണ്ടവർക്ക് ഉച്ച സമയങ്ങളിൽ ഈ സൂവിൽ വന്ന് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഈവനിങ്ങിൽ ബീച്ചിൽ കാര്യങ്ങളിലൊക്കെ പോകാവുന്നതാണ്. അപ്പൊ എന്തായാലും ട്രിവാൻഡ്രത്ത് വന്നാൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുലികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, കടുവ, അതുപോലെ സിംഹമായി മൃഗങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷെ പഴയതുപോലെ മുമ്പുണ്ടായിരുന്ന അത്രത്തോളം ആ ഒരു സെറ്റപ്പ് ഇപ്പോൾ ഈ മൃഗശാലയ്ക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ പോയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. ഞാൻ വീണ്ടും പറയാണ്, ഇത് എൻ്റെ ഈ ചാനലിലെ ഒരു ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വ്ളോഗിലുള്ളത്. വീണ്ടും പിന്നെ നമ്മൾ ഒരുപാട് ചുറ്റി കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് വരികയാണ്. പിന്നെ അവിടെ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ട്. അപ്പോൾ സ്നേക്ക് പാർക്കിന്റെ പുറത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കരുത് എന്ന്. അതുകൊണ്ട് ആ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.